ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസികയും കൂട്ടി ഭാവനയും സൂര്യയും മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജയനിർമ്മലയാണെങ്കിലോ ഭാവനയോടുള്ള ദേഷ്യത്തിന് പറയുന്നുണ്ട്, മാനസികയും കൂട്ടി ഇവിടെ നിന്നും പുറത്തു പോവാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അനുവാദമില്ലാതെ മാനസ നീ എവിടേക്ക് പോവാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് മാനസയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ജയനിർമ്മലയോട് ഭാവന ചോദിക്കുന്നുണ്ട്, അതെന്താ ആൻറ്റിക്ക് എന്നെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും സംശയമില്ല. ഇപ്പോൾ മാനസ മോൾക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല, അവൾക്കിപ്പോൾ റെസ്റ്റാണ് വേണ്ടത് എന്ന് പറയാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടി നിങ്ങളെ കൂടെ വരാം. മാനസയെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ ഞാൻ കൂടി അവിടേക്ക് വരാം എന്ന് പറയാട്ടോ. അപ്പോൾ ജയനിർമ്മലയ്ക്ക് നല്ലൊരു മറുപടി ഭാവന കൊടുക്കുകയാണ്. അതെന്താ ആൻറ്റി, അപ്പോൾ മാനസയ്ക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ? ആൻറ്റി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മാനസയുടെ മാനസയ്ക്ക് അപ്പോൾ ഒരു കുഴപ്പവും വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. അപ്പോൾ ഭാവനയോട് പറയുകയാണ്, നീ എന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അനുവാദമില്ലാതെ മാനസയെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ പാടില്ല എന്ന് തീർത്ത് പറഞ്ഞ ശേഷമാണ് കേട്ടോ ജയ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മാനസയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നും എൻ്റെ അനുവാദമില്ലാതെ പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് ജയ പോകുന്നത് കേട്ടോ. അങ്ങനെ മാനസ ഒന്നും മിണ്ടാതെ പോവാൻ നിൽക്കുമ്പോൾ അവനെ ചോദിക്കുകയാണ്, അല്ല മാനസ, നിന്റെ തീരുമാനം എന്താണ്? എനിക്ക് നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, നിന്റെ ആ സ്വഭാവം മാറിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയട്ടെ. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ പിന്നെ മാനസയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. അങ്ങനെ മാനസ ഭാവനയോടൊപ്പം വരാമെന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഭാവന മാനസയോട് പറയുകയാണ്. അപ്പോൾ ഈ സമയം അനഘയോട് ചെന്ന് പറയുകയാണ് ഭാവന, മാനസ ആദ്യം വരില്ല എന്നാണ് പറഞ്ഞത്, പിന്നെ ജയനിർമ്മല ആൻറ്റി തടസ്സവും പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയാണ് ആൻറ്റിയുടെ സമ്മതമില്ലാതെ മാനസ എവിടെ നിന്നും കൊണ്ടുപോവുക? മാനസ ഇപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ജാനകി പറയാം, അതിനുള്ള ഉപായമൊക്കെ എനിക്കറിയാം, നീ ഇപ്പോൾ തൽക്കാലം പോയി ഡ്രസ്സ് മാറ്, എന്നിട്ട് മാനസയും കൊണ്ടുപോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ജാനകി അപ്പോൾ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജയാണെങ്കിൽ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ആ ഒരു തിരക്കിലാവും ഫോണിലൂടെ. അപ്പോൾ ആ സമയത്താണ് പ്രസീത ജയക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊടുന്ന് വെക്കുന്നത്. അപ്പോൾ ആ ജ്യൂസിൽ മയക്കുപൊടി ചേർക്കുകയാണ് കേട്ടോ, ഉറക്ക ഗുളിക ചേർക്കുകയാണ്. എന്നിട്ട് ആ ജ്യൂസ് കുടിച്ചാൽ പിന്നെ ഉറപ്പായും ജയ കിടന്നുറങ്ങിക്കോളും. അപ്പോഴത്തേക്കും ഭാവനയും മാനസയും കൂടി പോയി തിരിച്ചു വരികയും ചെയ്തോളും. അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവാനും പോകുന്നില്ല എന്ന് ജാനകി മനസ്സിൽ തീരുമാനിച്ച ശേഷം ജയക്ക് ജ്യൂസിൽ ആരും കാണാതെ ജാനകി ഉറക്ക ഗുളിക പൊടിച്ചത് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്നും അറിയാതെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയ ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് ജാനകി അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും കേട്ടോ. ജയനിർമ്മല ആ ജ്യൂസ് കുടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുടിച്ചു എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ജാനകി നേരെ ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാവനയോട് പറയാണ്, ഇനി നീ ധൈര്യത്തിൽ മാനസയും കൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുകയാണ്, എന്താണ് വല്യമ്മയെ ഒപ്പിച്ചത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എന്താണ് ഒപ്പിച്ചത് എന്നൊന്നും നീ ഇപ്പോൾ തൽക്കാലം അറിയണ്ട, നീ മാനസയും കൂട്ടി പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയാം, അതിന് സൂര്യ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സൂര്യ ഇവിടേക്ക് വരികയൊന്നും വേണ്ട, നീ മാനസയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിക്കോ, അപ്പോഴത്തേക്കും സൂര്യ വന്നോളൂ, കുറച്ച് മണിക്കൂർ വരെ ജയയെ കൊണ്ടുള്ള ഒരു ശല്യവും ഉണ്ടാവില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്കൊരു പേടി വരികയാണ്. എന്താണാവോ ജയനിർമ്മല ആൻറ്റിയോട് വല്യമ്മ കാണിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ആൻറ്റിയോട് വല്യമ്മ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ അതൊന്നും അറിയാൻ നിൽക്കണ്ട, നീ മാനസയും കൊണ്ട് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ അതിന് ആൻറ്റിയോട് സമ്മതം ചോദിക്കാതെ മാനസ വരുമെന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ആൻറ്റിയോടൊന്നും അവൾ സമ്മതം ചോദിക്കേണ്ട, ജയയോട് സമ്മതം ചോദിച്ചാലേ നിങ്ങൾക്ക് പോവാനും കഴിയില്ല. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ജയയുടെ അടുത്തേക്കൊന്നും പോവാൻ നിൽക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് വല്യമ്മ അവരെ പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ ഭാവന മാനസയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും മാനസ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് മാനസ നമുക്ക് പോവാമെന്ന് പറയട്ടോ. അപ്പോഴൊക്കെ മാനസയുടെ മനസ്സിലൊരു ചെറിയ സംശയമുണ്ട്, ഭാവന എന്നെ എവിടേക്കാണാവോ കൊണ്ടുപോകുന്നത്, ഇനിയിപ്പോൾ മഹേന്ദ്ര ശർമ്മയുടെ അടുത്തേക്കാകുമോ എന്നുള്ളൊരു സംശയം മാനസയുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടേക്ക് തിരിച്ചു വരുമല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, ഇനിയിപ്പോൾ ആൻറ്റി എന്തെങ്കിലും തടസ്സം പറയുമെന്ന് പറയുമ്പോൾ മാനസ പറയണ, അത് സാരമില്ല, എനിക്ക് ആൻറ്റിയോട് പറയാതെ വരാൻ കഴിയില്ല, ആൻറ്റി എന്നോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആൻറ്റിയോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം ഭാവന
ഭാവന എന്ന് പറഞ്ഞ് ജയയുടെ അടുത്തേക്ക് മാനസ ചെല്ലുകയാണ് കേട്ടോ. ഈ സമയമൊക്കെയാണെങ്കിൽ ഉറക്കം വന്നതുകൊണ്ട് തന്നെ ജയ ആ സമയം റൂമിലേക്ക് പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. വല്ലാത്തൊരു ക്ഷീണം വരുന്നു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പ്രസീതയോട് പറഞ്ഞിട്ട് ജയ നിർമ്മല റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ മാനസ ചെന്ന് നോക്കുന്ന സമയത്ത് ജയ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഉറക്കത്തിൽ നിന്നും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് മാനസ പിന്നെ തട്ടി വിളിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. മാനസ ഭാവനയും കൂട്ടിയിട്ട് പോവുകയാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സൂര്യ കാറുമായിട്ട് വരികയാണ്. എന്നിട്ട് സൂര്യയുടെ കൂടെ ഭാവനയും മാനസയും കൂടി പോവുകയാണ്. ഭാവനയും മാനസയും പോകുന്നത് കാണുമ്പോൾ പ്രസീതയ്ക്കും അജയനും നല്ല സംശയം വരുന്നുണ്ട് കേട്ടോ. എവിടേക്കാവും എൻ്റെ മോളെ ഇവൾ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു സംശയം പ്രസീതയുടെ മനസ്സിൽ വരുന്നുണ്ട്. അജയനാണെങ്കിലും അവരെ പിന്തുടർന്നുകൊണ്ട് പോവാനും കഴിയുന്നില്ല. ജാനകി നല്ല മുട്ടം പണി തന്നെ അജയന് കൊടുത്തതുകൊണ്ട് തന്നെ അജയൻ്റെ മേലും കൈയും വേദനയും നടക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് അജയനൊന്നും ചെയ്യാൻ കഴിയാതെ റൂമിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ജാനകിയാണ് ഇങ്ങനെ ഒരു പണി എനിക്ക് തന്നത് എന്നുള്ള കാര്യമെങ്ങാനും പ്രസീത അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം കട്ടപ്പോകുകയാവും. തൽക്കാലം ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് നല്ലത് എന്ന് അജയൻ ആ സമയം ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭാവനയും സൂര്യയും മാനസയും കൂടി മഹേന്ദ്ര ശർമ്മയെയും മോഹിനി ശർമ്മയെയും കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് വല്യച്ഛനും കൂടി വന്നിട്ടുണ്ടാവും. അങ്ങനെ മഹേന്ദ്ര ശർമ്മയുടെ കൂടെ മണി ശർമ്മ കൂടി ഉണ്ടാവും. അങ്ങനെ ഭാവനയും മാനസയും സൂര്യയും വിജയപത്മനും കൂടിയിട്ട് മഹേന്ദ്ര ശർമ്മയും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ മഹേന്ദ്ര ശർമ്മയെ കണ്ടതോടുകൂടി മാനസ അങ്ങ് പതറി പോവുകയാണ് കേട്ടോ. ഇവരെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ ഭാവന എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ആ സമയം മാനസ ചിന്തിക്കുകയാണ്. മാനസയെ കണ്ടതോടുകൂടി മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയെ കണ്ട് സംസാരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ മോനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. സുനിൽ എവിടെയാണെന്നുള്ള സത്യം നിനക്കറിയാം, നീ മനഃപൂർവ്വം അത് പറയാതിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൻ എവിടെയാണെന്നുള്ളത് എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. നീ എന്തിനാണ് ഞങ്ങളിൽ നിന്നും അവൻ എവിടെയാണുള്ളത് എന്ന് മറച്ചു വെക്കുന്നത്? ഒരു അമ്മയുടെ വിഷമം നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് മോഹിനി ശർമ്മ സങ്കടപ്പെട്ട് മാനസയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, എനിക്കറിയില്ല, സുനിൽ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്ന് വീണ്ടും മാനസ പറയുകയാണ്. അപ്പോൾ മോഹിനി ശർമ്മ ചോദിക്കുകയാണ്, എങ്കിൽ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഗർഭിണിയാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് ആരുടെ കുഞ്ഞാണ്? എൻ്റെ മോൻ സുനിലിൻ്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ മാനസ പെട്ടെന്നങ്ങ് പതറിപ്പോവുകയാണ്. അപ്പോൾ മാനസ അക്കാര്യം അപ്പോൾ ആ സമയം പറയുന്നില്ല കേട്ടോ. ഭാവനയും സൂര്യയും വിജയപത്മനും കേൾക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് മാനസ ആ സമയം ഒന്നും മിണ്ടാതെ പതർച്ചയോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും മോഹിനി ശർമ്മ ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മോൻ സുനിലാണോ എന്ന് ചോദിക്കുമ്പോൾ മാനസ ഒന്നും മിണ്ടാതെ അതിന് ഉത്തരം കൊടുക്കുന്നില്ല കേട്ടോ. തൽക്കാലം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് എൻ്റെ കുഞ്ഞിനെ കുറിച്ചല്ലല്ലോ, നിങ്ങൾക്ക് സുനിലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സുനിലും ഞാനും കണ്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. സുനിൽ ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്ക് ഫോണിൽ വിളിച്ചിരുന്നു, എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണം, നീ ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് സുനിൽ എന്നെ വിളിച്ചു. അതുപ്രകാരം തന്നെ ഞാൻ സുനിലിനെ കാണാൻ വേണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയം സുനിൽ എന്നോട് പറഞ്ഞത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് മാനസ വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സുനിൽ മാനസയോട് പറയുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല മാനസ, ഞാൻ നിന്നെ അത്രമാത്രം അധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ സുനിൽ മാനസയോട് ആ സമയം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസ സുനിലിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനുശേഷം ഞാൻ ഇതുവരെയും സുനിലിനെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് മാനസ വീണ്ടും തറപ്പിച്ച് പറയുകയാണ്.